ദസറ എക്സ്പോ. നേരെ നമ്മൾ എക്സ്പോയിലോട്ട് കയറുകയാണ്. നമുക്കിവിടെ ടിക്കറ്റുണ്ട്, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലും നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. 2 ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമുക്ക് ഗൂഗിൾ പേ വഴി ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ്. അപ്പോൾ ക്യാഷിനും ഇതിൽ ഓൺലൈൻ പേയ്മെൻറ്റിന് 2 ക്യൂ ആണ്, സെപ്പറേറ്റ് ക്യൂ ആണ് ഉള്ളത്. 40 രൂപയാണ് അഡൽറ്റിന് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു, ക്യാഷ് കൊടുത്ത് തന്നെ എടുത്തു. 50 രൂപ കൊടുത്തു. 10 രൂപ തന്നില്ല. 10 രൂപയ്ക്ക് പകരം ഈ ഒരു ബിസ്ക്കറ്റാണ് ഇവർ ബാലൻസ് തരുന്നത്. നേരെ ഇനി നമ്മൾ ടിക്കറ്റ് കാണിച്ച അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്താൽ ഫുള്ള് എപ്പോഴും ചെക്കൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറ്റത്തുള്ളൂ. ഫുള്ള് പോലീസും ഉണ്ട്, ഇത് വോളണ്ടിയേഴ്സും ഉണ്ട്. നമ്മളിനി നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തോട്ട്. ഈ എക്സ്പോ ഒക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ച എന്തെങ്കിലും വലിയ സംഭവങ്ങൾ നമ്മുടെ ഈ പണ്ടത്തെ ഈ ഇവരുടെ കർണാടകയുടെ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ വല്ലതും പ്രദർശിപ്പിക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇത് സംഭവം അങ്ങനല്ല. നമ്മൾ അകത്തോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവുന്നത്. ഫുള്ള് ചെക്കിങ് ഒക്കെ കേട്ടോ. നമുക്ക് ഫുള്ള് ചെക്കൊക്കെ ചെയ്താണ് അകത്തോട്ട് കയറ്റുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു താജ്മഹലിലേക്ക് ഒരു ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന പോലെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ്, ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉള്ളൊരു കുളമാണ്. അങ്ങനെ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. നമുക്കിവിടെ സൈഡിൽ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ തൊടാനോ ഒന്നും പറ്റില്ല. ഉണ്ട്, ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ തൊടാനൊന്നും പറ്റില്ല. ഇവിടെ ഫുള്ള് ലൈറ്റിൻ്റെ എന്തോ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. നൈറ്റൊക്കെ വരുമ്പോൾ ഫുള്ള് ലൈറ്റ് ഷോയ്ക്കുള്ള പരിപാടികളാണ്. ഇതാണ് ഇവിടുത്തെ എക്സ്പോ എന്ന് പറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഫുള്ള് കടകളാണ്, ഫുള്ള് എല്ലാ ടൈപ്പ് കടകളുണ്ട്. ഇതിനാണ് ഇവിടെ മൊത്തം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ, എക്സ്പോയ്ക്ക്. കാരണം A to Z എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കിട്ടും. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ചീപ്പ് റേറ്റിലുണ്ട്, അല്ലാതെ മോശം റേറ്റിലുണ്ട്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതിന് ചുറ്റും ഇങ്ങനെ കടകളാണ്, തുണിക്കടകൾ, അങ്ങനെ ഓരോരോ കടകൾ ഇങ്ങനെ ചുറ്റുമുണ്ട്. ഇങ്ങനെ നടന്ന് നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും ഓരോ ടൈപ്പും സ്വർണ്ണക്കടകൾ വരെ നമുക്കിവിടെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ കണ്ടെടുത്ത് അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. അപ്പം നേരെ നമ്മളിനി ഹോട്ടലിലോട്ട് കയറാൻ. നമുക്ക് ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ എല്ലാം സെൽഫ് സർവീസാണ്. നല്ല ടേബിളൊക്കെ വെളിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് വേണം കഴിക്കാനായിട്ട്. ഞാനൊരു മസാല ദോശയും ഒരു ഫിൽറ്റർ കോഫിയും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബില്ലാക്കി നമുക്ക് നേരെ ഇനി അവിടെ ബിൽ കൗണ്ടർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് സർവീസാണ്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ സാധനം നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് മസാല ദോശ കിട്ടി. ഇതാണ് മൈസൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മസാല ദോശ. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഈ മസാല ദോശ കഴിക്കാനായിട്ട്. നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഫിൽറ്റർ കോഫി ഉണ്ട്. ഫിൽറ്റർ കോഫി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിലും മൈസൂരിൽ ഏറ്റവും ഭയങ്കര ഫേമസ് ആണല്ലോ ഇവിടുത്തെ ഈ മസാല ദോശയും അതുപോലെ തന്നെ ഈ ഫിൽറ്റർ കോഫിയൊക്കെ. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിനാണ് എയർഫോഴ്സിൻ്റെ എക്സ്പോ നടക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇവരുടെ തോക്കുകൾ, അങ്ങനെയുള്ള യുദ്ധ ഉപകരണങ്ങളും മറ്റും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. നമുക്ക് അകത്തേക്ക് കയറാം. അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ഇതാണ്. ഇവിടെ ഇങ്ങനെ നല്ലൊരു ഗേറ്റ് പോലൊക്കെ ഇവർ തന്നെ ഇതെല്ലാം പണിത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരിത് പണിത് വെച്ചേക്കണമെന്നുണ്ട്. സത്യത്തിൽ ഇവർ പണിത് വെച്ചേക്കുന്നൊന്നുമല്ല. ഇത് സംഭവം ഇവർ തന്നെ ഒരു സെറ്റ് ഇട്ടേക്കുന്ന പോലെ ഇവർ ചെയ്തിരിക്കുന്നതാണ്. അത് ഞാൻ ഓർത്ത ഒരു ബിൽഡിംഗ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷെ അല്ല, ഇവരത് ഗോപുരം പോലെയൊക്കെ പണിത് നല്ല സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതാണ് അകത്തെ കാഴ്ചകൾ. അകത്തേക്ക് വരുമ്പോഴത്തേനും കാണാം നമുക്ക് ഇവർ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളുണ്ട്, പേരെഴുതി ഇങ്ങനെ ഓരോ സാധനങ്ങളും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്.
നമുക്ക് തൊട്ടൊക്കെ നോക്കാം. പക്ഷേ ഈ ചില്ലിൻ്റെ കൂടുതൽ ഇരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് തൊടാനൊന്നും പറ്റില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് തൊടാനൊക്കെ പറ്റും. ഇതൊക്കെയാണ് തോക്കുകളൊക്കെ ഇവർ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമുക്കത് തൊടാനും എടുക്കാനൊക്കെ തരും കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് ഇവർ തരും. ഇവരോട് നമ്മൾ സംസാരിച്ചാൽ മതി. സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം നമുക്ക് എടുക്കാനും പിടിക്കാനും ഒക്കെ തരും. ഇതൊക്കെയാണ് AK-47 ഈ ഇരിക്കുന്ന സാധനം. ഇതൊന്ന് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊന്ന് കറങ്ങി ഒന്ന് വന്നിട്ട് എടുക്കാമെന്നുള്ളൊരു സെറ്റപ്പ് ഇരിക്കുകയാണ്. പിന്നെ ഒന്ന് ചുറ്റി വന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന തോക്കുകളൊക്കെയാണ്. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ യുദ്ധത്തിനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ സാധനങ്ങൾക്കൊക്കെ ഇത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്ന കേട്ടോ. ഇതൊക്കെ നമ്മൾ TV-യിൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഒറിജിനലായിട്ട് നമുക്ക് കണ്ടില്ല. ഇതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കണ്ടു. ഫ്ലൈയിങ് സൂട്ട്, വിൻഡ് വാച്ച്, GPS ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഇതെല്ലാം ട്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഉള്ള സമയത്ത്. കുറേ സംഭവങ്ങളുണ്ട്. ഇത് പണ്ടത്തെ കുറേ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പഴയ സാധനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനൊന്ന് ചുറ്റിക്കറങ്ങി വന്ന് പുള്ളിയോട് ഒന്നുകൂടെ സംസാരിച്ച് ഞാനത് AK-47 ഞാൻ കയ്യിലെടുത്തു കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലോ കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടത്. നമ്മൾ അങ്ങനെ കയ്യിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ സംഭവമൊന്നുമല്ല. പിന്നെ അത് പിടിക്കുന്നതിനൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്കത് പുള്ളിക്ക് പറഞ്ഞു തരും. ആ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനൊക്കെ അത് പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള കേട്ടോ ഇവരുടെ എയർഫോഴ്സിൻ്റെ കുറേ സാധനങ്ങൾ ഇവർ സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവർ നമുക്ക് ഈ കീ ചെയിനായിട്ടും തൊപ്പി, പിന്നെ ടീഷർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ നമുക്ക് സെയിലിനുണ്ട്. നമ്മൾ ഗൂഗിൾ പേ ക്യാഷോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബാഗ് സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ബാഗിനൊക്കെ 2000 രൂപയൊക്കെയാണ്. അപ്പം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയുള്ളൊരു ഇതും ഇവർക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്റ്റാൾ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഓരോരോ ഓപ്പറേഷൻസ് ഇങ്ങനെ ഇവർ വിവരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രൊജക്ടർ പോലെയൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ എല്ലാം ഇവർ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഒരു സാധനമാണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര സാധനമാണ്. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സംഭവമാണ്. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ISROയുടെ ഇത് വരുന്നത്, സ്റ്റാൾ വരുന്നത്. ISROയുടെ മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിവിടെ എയർഫോഴ്സിൻ്റെ ബസ്സാണ് കേട്ടോ. ഈ ബസ്സിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കാണിക്കും. പക്ഷേ ഭയങ്കര ക്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയില്ല. നേരെ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും കണ്ട കാഴ്ചകളാണ് കേട്ടോ. ഇത് കുട്ടികളെയൊക്കെ ആകർഷിക്കാനായിട്ട് കുറേ റോബോട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് ലൈറ്റ് ഷോ കാണാൻ പാലസിലോട്ടാണ്. പാലസിൽ നല്ല തിരക്കാണ്. ഒരു 7 മണിക്കാണ് ലൈറ്റ് ഷോ ആരംഭിക്കുന്നത്. നേരെ പാലസിലോട്ട് വന്ന് ലൈറ്റ് ഷോ കാണാനായിട്ടുള്ള നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ് പാലസിൽ. ലൈറ്റ് ഷോ കാണാനായിട്ടാണ് 7 മണിക്കാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നത്. അത്യാവശ്യം ഓരോ ലൈറ്റൊക്കെ പയ്യെ കത്തി വരത്തുള്ളൂ. ഈ ലൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഷോ ആണ് ഇവിടെ കാണാനായിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ തെളിഞ്ഞ് കണ്ടോ. നല്ല ഭംഗിയാണ് ഈ ലൈറ്റ് ഷോ കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും അടുത്ത ദസറയെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക.